ഹലോ എവ്രി വൺ. ലഞ്ചിന് വല്ലതും കറി വെക്കാൻ കിട്ടുമോ എന്നറിയാനായിട്ട് ടെറസ് ഗാർഡനിൽ എത്തിയതാണ്. ഇത് ബീട്രൂട്ടാണ് കേട്ടോ, കുറച്ച് ഇലകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് പാലക്ക് 3-4 മൂടുണ്ട്, അതിന് നല്ലപോലെ ഇലകളൊക്കെ ഉണ്ട്. പിന്നെ കടുകുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ 1-2 സാലഡ് കുക്കുംബറുണ്ട്, പിന്നെ ഒരു പാവലുണ്ട്, 2-3 പാവയ്ക്കൊക്കെ അതിൽ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. പിന്നെ കാക്കിടി ആണെങ്കിൽ 1-2 എണ്ണം ഉണ്ട്, വലുതായിട്ടൊന്നുമില്ല, ചെറുതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വലുതായിട്ട് വരും. പിന്നെ നമ്മുടെ തക്കാളി വഴുതന എല്ലാം പോയപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വള്ളിച്ചീര ഒരു 3-4 മൂടുണ്ട്, അതിൽ നിന്ന് ആവശ്യത്തിന് ഇലകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കരിയാപ്പ് വളർന്നു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചീമച്ചേമ്പിൻ്റെ കുറച്ച് ഇലകളും തണ്ടും ഒക്കെ ഉണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ആണെങ്കിൽ വളർന്ന് ഒരുപാട് കാട് പോലെയായി. ഇനി കുറച്ച് ഇലകളൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് ലഞ്ച് ഉണ്ടാക്കാനാണ് പരിപാടി. അതും ഒരു നല്ല പൊതിച്ചോറാണ് ഈ ഐറ്റംസൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത്രയും ഇലകളൊക്കെ കൊണ്ട് എങ്ങനെ ഒരു നല്ല പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന വീഡിയോ ആണ് ഇന്നത്തേത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മുടെ പാലക്കിൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ഹെൽത്തി ലീവ്സ് ആണ്. നന്നായിട്ട് കഴുകണം. ടെറസിലാണല്ലോ നിൽക്കുന്നത്, നന്നായിട്ട് പൊടിയുണ്ട്. കുറേ പ്രാവശ്യം കഴുകി അരിഞ്ഞു വെക്കണം. പിന്നെ നമുക്ക് തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില ഇത് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പം ഇലയൊക്കെ ഒന്ന് ആവി കയറിയിട്ട് അതൊന്ന് വെന്ത് വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം. കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞളും ഇട്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല, തേങ്ങയും മഞ്ഞളും ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, കാരണം ഇലയാകുമ്പോഴത്തേക്കിന് അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു പോവും. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്താൽ ഒത്തിരി കൂടിപ്പോവും. അതുകൊണ്ട് ഫൈനൽ സ്റ്റേജിലാണ് ഞാൻ സാധാരണ ഇല തോരൻ ഉണ്ടാക്കുമ്പം ഉപ്പിടാറ്. മിക്കവാറും നേരത്തെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളല്ലോ നമ്മുടെ തോരൻ. അതിന് പറ്റിയ പോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഓപ്പൺ ആയിട്ട് വെച്ച് നന്നായിട്ട് തുവർത്തിയെടുക്കുക. നമ്മുടെ ഇലത്തോരൻ പാലക്കിൻ്റെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നു. സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും കൂടെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണിത്. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പം അതിലേക്ക് സവാള, പിന്നെ പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ 2 ക്യാരറ്റും നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റ് അരിഞ്ഞ പോലെ അതേപോലെ തന്നെ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വളരെ ഫ്രഷ് ആയിട്ട് പ്ലെയിൻ ടേസ്റ്റിൽ ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആകെപ്പാടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുരുമുളകിൻ്റെ പ്ലേസിൽ ചുവന്ന മുളക് പൊടി ഉപയോഗിക്കാം, എന്നാൽ കുരുമുളകാണ് കുറച്ചും കൂടെ ഒരു നല്ല ടേസ്റ്റ് തരുന്നത്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള അത്രയും വഴറ്റിയെടുക്കുക. ചിലർക്ക് ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം, അതങ്ങനെ എടുക്കാം. അല്ലാതെ നന്നായിട്ട് വഴന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തായാലും ഞാനൊരു മീഡിയം ക്രഞ്ചിനെസ്സിൽ അത് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ മെഴുക്കുവരട്ടി. വളരെ ടേസ്റ്റിയാണ്, പ്ലെയിൻ ടേസ്റ്റാണ് കേട്ടോ, ഒത്തിരി സ്പൈസി അല്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരിതാണ്. വിറ്റാമിൻ എ റിച്ച് ആണല്ലോ. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ലീഫി വെജിറ്റബിൾ ആണ്, അതിനകത്ത് എല്ലാ വിറ്റാമിൻസും മിനറൽസും ഉണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളൊരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ലീഫേ ഉള്ളല്ലോ, തോരനൊന്നും ഉണ്ടാക്കാനുള്ള അത്രയില്ല. നമ്മൾ വളരെ കുറവാണ് ബീട്രൂട്ടിൻ്റെ ലീഫൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് നന്നായിട്ട് കൃഷി ചെയ്യുന്നിടത്തൊക്കെ അതിൻ്റെ ലീഫ് വെച്ച് അവർ പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ബീട്രൂട്ടിൻ്റെ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതൊന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ഇല അരിഞ്ഞതിടുക. ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. നന്നായിട്ട് വഴറ്റണം.
ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 2-3 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ വെക്കുക. നമ്മളിത് തിരിച്ചിടത്തില്ല, അതുകൊണ്ട് നമ്മുടെ ലീഫ് അതെല്ലാം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊതിച്ചോറ് കെട്ടാം. ആവശ്യത്തിന് ചോറെടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പാലക് തോരൻ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ ഓംലെറ്റ്. ഇനി കുറച്ച് സ്പൈസി ആയിട്ട് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു കണ്ണി മാങ്ങയുടെ അച്ചാറും വെച്ചിട്ടുണ്ട്. നമുക്ക് പൊതിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ മിനിമം ഇതിങ്ങനെ പൊതിഞ്ഞിരുന്നാലേ ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് ആ പൊതിച്ചോറിൻ്റെ ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ പൊതിഞ്ഞ് ഒരു 2 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് അത് കഴിക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ ഒരു വെറൈറ്റി അല്ലേ, ഒരു പൊതിച്ചോറൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കിന്. അത് നമ്മുടെ ടെറസിലെ ഫ്രഷ് വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പൊതിച്ചോറാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഉരുള ഉണ്ടാക്കി കഴിച്ച് നോക്കാം. നല്ലതാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടെറസ് ഗാർഡനിലും ചെറുതായിട്ടൊക്കെ ഒന്ന് കൃഷി ചെയ്താൽ നമുക്ക് ഒരു കറിക്കുള്ള വകയൊക്കെ അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഞാനിതിനധികം കെയർ ഒന്നും കൊടുക്കാറില്ല, അതിനുള്ള സമയമൊന്നുമില്ല. എന്നാൽ കുറച്ച് ഗ്രോ ബാഗ്സും ഒക്കെ വെച്ചിട്ട് പാലക്കോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ എല്ലാവർക്കും വളർത്തിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.